അപ്പോൾ ഞാൻ ഇന്നിവിടെ 2 ഐറ്റം കാണിക്കാൻ പോവാണ്. അത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ കുറേ ബേക്കറി ഒക്കെ മേടിക്കില്ലേ, ആ ബേക്കറി മേടിക്കണേക്കാൾ നല്ലത് ഇങ്ങനെ കുറച്ച് കപ്പലണ്ടി ഉണ്ടെങ്കിൽ നമുക്കത് വീട്ടിൽ വറുത്ത് വെച്ചാൽ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാം, നമുക്കും കഴിക്കാം. അപ്പോൾ ഈ കപ്പലണ്ടി ഞാനുണ്ടല്ലോ, ഒന്ന് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈ നനച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യും കേട്ടോ, വെള്ളമാക്കാണ്ട് കൈ നനയ്ക്കുക. ഉപ്പ് നമ്മൾ അടുത്ത കപ്പലണ്ടിയിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക, എന്നിട്ട് നമ്മുടെ കൈ നനച്ചിട്ട് ഒന്ന് കൂട്ടി മിക്സ് ആക്കുക. അതെൻ്റെ വീഡിയോ സ്കിപ്പായി പോയതാണ്, അതാണ് എനിക്കത് കാണിക്കാൻ പറ്റാഞ്ഞത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇണ്ടാലിയത്തിൻ്റെ ചീഞ്ചട്ടിയാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അതിലിട്ടിട്ട് നമ്മൾ നല്ല വെണ്ണം ഒന്ന് ചൂടാക്കി ഇങ്ങനെ എടുത്തു വരിക. അപ്പോഴേക്ക് നമുക്ക് വേറൊരു സംഭവം കൂടിയും ചെയ്യാം. നമ്മൾ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് നമ്മുടെ എല്ലാ മക്കൾക്കും ഫ്രഞ്ച് ഫ്രൈ ഇഷ്ടമല്ലേ, പൊട്ടാറ്റോൻ്റെ. അപ്പോൾ അത് മക്കൾക്ക് മാത്രമല്ല നമുക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്, ആരും കഴിക്കാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല വേണം നമുക്കിതൊന്ന് തുടയ്ക്കണം. കഴുകിയതിന് ശേഷം നല്ല ഉണങ്ങിയ തുണി കൊണ്ട് ഒന്ന് ഒപ്പി തുടച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് ഇങ്ങനെ പോരും. എന്നിട്ട് നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഏത് മോഡൽ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളിത് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നീളത്തിനാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിന് നോക്കണ്ടേ നമുക്ക്, വാ. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ആ വെള്ളം ഇതൊക്കെ ആയിട്ട് ഉപ്പൊക്കെ ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ചുവന്ന് മുരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കുകയും അപ്പോൾ നമ്മുടെ കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കപ്പലണ്ടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നുണ്ട്, പാക്കറ്റ് മേടിക്കുന്നുണ്ട്, അതേപോലെ നമ്മൾ വറുത്തിട്ടൊക്കെ മേടിക്കില്ല. അപ്പോൾ നമുക്കതിലേക്ക് മണലൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി റെഡിയായി. അപ്പം ഇനി നമുക്ക് എന്ത് വേണം, നമുക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങിനെ നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അധികം ഓയിലൊന്നും വേണ്ട, നമുക്ക് കുറച്ച് മതി. നമ്മൾ ഈ ഓവനും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തവർക്കും നമുക്കിത് ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇത്തിരി ഓയിൽ മതി. അതിൽ നമുക്കിത് ഇങ്ങനെ ഇട്ടിട്ട് നന്നായി മറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നന്നായി ഉരുളൻകിഴങ്ങ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി വേണമെങ്കിൽ എരിവുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് കുലുക്കി കൊടുക്കുക. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും അവർക്ക് വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാവും. ഇവിടെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇത് നമ്മുടെ തക്കാളിയുടെ സോസും കൂടി ആകുമ്പോൾ അടിപൊളിയാണ് കഴിക്കാൻ. അപ്പോൾ ഇത് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരാൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണം, സ്കൂളില്ലാത്ത ദിവസം പ്രത്യേകിച്ചും. അപ്പോൾ ഞാനിത് ഇങ്ങനെ കപ്പലണ്ടിയൊക്കെ വറുത്തിട്ട് ഇങ്ങനെ ഡപ്പയിലാക്കി വെക്കും. ഇതേപോലെ ഡപ്പയിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കഴിയണവരുണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.